മലയാള സിനിമയിൽ ഒരു ആക്ടേഴ്സ് ബുക്ക് ഉണ്ട്, എന്നാൽ ആക്ടേഴ്സ് ലിസ്റ്റ് ഇത്ര ഏത് സിനിമ പറയുമ്പോൾ അതിലൊരു ഇത്ര നടന്മാർ അതിലുണ്ടാവും, ആ ഒരു ലിസ്റ്റ് അത് ഒരു ഷാജിച്ചേട്ടൻ പറഞ്ഞു ഞാൻ കേട്ടു. അത് ശരിയാണോ? അത് ഉണ്ട്. ഇപ്പം നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ആരാണോ മാർക്കറ്റ്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആരാണോ മാർക്കറ്റ്, ആ മാർക്കറ്റിലുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാകും. ആ ലിസ്റ്റിൽ വെച്ചുകൊണ്ട് ക്യാരക്ടേഴ്സ് എഴുതുന്ന ആൾക്കാർ അതായത് ക്യാരക്ടേഴ്സ് ഡൈവേർട്ട് ചെയ്യും. അതിനകത്ത് വീഴുക എന്നുള്ളതാണ് നമ്മളൊരു താരമാവുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷ്യം. ഏത് സിനിമ എടുത്താലും എല്ലാ നടന്മാരെയും ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അത് ആദ്യം ലിസ്റ്റ് ചെയ്തുമ്പോൾ അയാൾ എഴുതുമ്പോഴേ അയാളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഇപ്പം നിൽക്കുന്ന താരങ്ങളുടെ ലിസ്റ്റ് ഒന്ന് കവർ ചെയ്യും. എന്നിട്ട് അവരെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. ആ ലിസ്റ്റിൽ ഒരാളാവുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. ഷാജിച്ചേട്ടൻ ശരിക്കും ഒരു ആക്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നല്ല ഉണ്ടാവുമായിരിക്കാം, പക്ഷെ ചിലപ്പോൾ പകരക്കാരനായിരിക്കാം. ഇപ്പോൾ സിനിമകളിൽ ചാർട്ട് ചെയ്യുമ്പോൾ ഇപ്പം അങ്ങനെയാണ്, ഇയാളല്ലെങ്കിൽ അടുത്ത ആൾ, അതായത് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഇയാൾ ഒരുപാട് കോസ്റ്റ്ലി ആണെങ്കിൽ കുറച്ചുകൂടെ കോസ്റ്റ് കുറഞ്ഞ ആൾ. അപ്പോൾ സിനിമയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരുടെ ചോയ്സ് ഉണ്ടാവും. ഇപ്പോൾ 2 പേര് എഴുതും. അപ്പോൾ രണ്ടാമത്തെ പേരിനകത്ത് എവിടെയൊക്കെയോ ഇപ്പം എൻ്റെ പേരുണ്ട്, ഇയാളല്ലെങ്കിൽ ഇയാൾ എന്ന് പറയുന്നിടത്ത് രണ്ടാമതൊക്കെ എൻ്റെ വരാറുണ്ട്. അപ്പോൾ അത് എന്ന് ഒന്നാമത് വരുന്നു അന്ന് നമ്മൾ ഡിമാൻഡുള്ളൊരു നടനാണ്.